ഹായ് ഓൾ. ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നീറ്റ് ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഓഫ് കോഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, ആ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്കിനെ എടുത്ത് സ്പെസിഫൈ ചെയ്യുന്നൊരു പോർഷനും കൂടെ ആയിരിക്കും ചിലപ്പം ആ ഒരു ഇതെന്ന് പറയുന്നത്. നീറ്റിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്ട്സും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് ലോജിക് ഗേറ്റ്സ്. ഈ ലോജിക് ഗേറ്റ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ഈ ഒരു ഇതിലൂടെ കാണാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ രണ്ട് സൈഡിലായിട്ട് ലോജിക് ഗേറ്റ്സ് എഴുതുകയാണ്. അത് രണ്ടും എന്തുകൊണ്ടാണ് രണ്ട് സൈഡിൽ എഴുതിയെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും എഴുതി. ഇപ്പുറത്ത് ഞാൻ നാൻഡ് ഗേറ്റും എഴുതി, ഇവിടെ നോർ ഗേറ്റും എഴുതി. വൈ എന്തുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് എഴുതിയത്? ഉറപ്പായിട്ടും ഒരെണ്ണം യൂണിവേഴ്സൽ ഗേറ്റ് ആണ്, ഇത് പ്രിൻസിപ്പൽ ഗേറ്റ്സുമാണ് അല്ലേ. എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചോ ഈ നോർ ഗേറ്റ് ഉപയോഗിച്ചോ എനിക്ക് ഈ പറയുന്ന ആൾക്കാരെ നിർമ്മിക്കാൻ സാധിക്കും. ഐ ക്യാൻ മേക്ക്. അപ്പോൾ യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം ഇവരൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ സാധിക്കും. സോ നാൻഡ് ഗേറ്റിന് ആൻഡ് ഉണ്ടാക്കാം, നാൻഡിൽ നോർ ഉണ്ടാക്കാം, നാൻഡിൽ നോട്ട് ഉണ്ടാക്കാം. നോറ് നാൻഡ് ഉണ്ടാക്കാം, നോർ ഉണ്ടാക്കാം, നോറിന് നോട്ട് ഉണ്ടാക്കാം. ഇതിനാണ് ഗേറ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അതവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് എങ്ങനെ പഠിക്കാം? നമുക്കറിയാം ഇത് പ്രൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഇതെങ്ങനെ ഓർത്തിരിക്കാം എന്നതാണ് ശരിക്കും ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആ രണ്ട് പടങ്ങൾ കാണുക. നമുക്കറിയാം ഇപ്പം ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾസ് നിങ്ങൾക്കറിയാം. ഇത് എന്ത് ഗേറ്റിൻ്റെ സിമ്പിളാണ്? ഡി ഷേപ്പിൽ വരും, എന്നാൽ ഒരു നോട്ട് ഉണ്ട്. ദിസ് ഈസ് ആക്ച്വലി നാൻഡ് ഗേറ്റ്. ഇതാരാണ്? നോർ ഗേറ്റ് ആണ്. ഇത് നോക്കുക, ഇത് നാൻഡ് ഗേറ്റ് ആണ്, ഇത് നോർ ഗേറ്റ് ആണ്. സിംഗിൾ ഇൻപുട്ട് ആയിട്ടുള്ള നാൻഡ് നോർ ഗേറ്റുകൾ എവിടെ കണ്ടാലും ഉടനെ ഒച്ച വെച്ചോണം. എങ്ങനെയാ ഒച്ച വെക്കേണ്ടത്? അതൊരു നോട്ട് ഗേറ്റ് ആണ്. നിങ്ങൾ ഒച്ചത്തിൽ പറയണം എന്താണ്? അതൊരു നോട്ട് ഗേറ്റ് ആണ്. സിംഗിൾ ഇൻപുട്ട് ആയിട്ടുള്ള നാൻഡ് ഓർ നോർ ഗേറ്റുകൾ കണ്ടാൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് എ നോട്ട് ഗേറ്റ്. അതൊരു നോട്ട് ഗേറ്റ് ആണെന്ന് പെട്ടെന്ന് പറയണം. അത് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്ത രണ്ട് കണക്ഷൻസിലേക്ക് പോകാം. വളരെ സിമ്പിൾ കണക്ഷൻസ് ആണ്. നിങ്ങൾ ഇവിടെ കണ്ടാൽ അറിയാം. ഇവിടെ ഒരു നാൻഡ് ഗേറ്റ് ഉണ്ട്, ഇവിടെ ഒരു നാൻഡ് ഗേറ്റ് ഉണ്ട്, പിന്നെയും ഒരു നാൻഡ് ഗേറ്റ്, അത് സിംഗിൾ ഇൻപുട്ട് ആണ്. ഇവിടെ ഒരു നോർ ഗേറ്റ് ഉണ്ട്, പിന്നെയും ഒരു നോർ ഗേറ്റ് ഉണ്ട്. ലോജിക്കലി നോക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം പറയാനേ ഉള്ളൂ. എങ്ങാനും ഓർമ്മ വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ പഠിച്ചു വെക്കാൻ വേണ്ടി ഒരു കാര്യമാണ്. രണ്ട് നാൻഡ് ഗേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ആൻഡ് ഗേറ്റും, രണ്ട് നോർ ഗേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഓർ ഗേറ്റും ആയിരിക്കും. സോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ആൻഡ് ഗേറ്റ്. ഇതാണെങ്കിൽ നോർ ആണെങ്കിൽ ഒരു ഓർ ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം, സിംഗിൾ ഇൻപുട്ട് ആയിട്ടുള്ള നാൻഡോ നോറോ കണ്ടാൽ എന്തിനെ പറയണം? അത് നോട്ടാണ് എന്ന് ഓർമ്മ വരണം. നോട്ട് ഗേറ്റ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരണം. രണ്ട് നാൻഡ് ഗേറ്റുകൾ ഈ പറഞ്ഞ കണക്ഷനിൽ കാണുകയാണ്, അല്ലെങ്കിൽ രണ്ട് നോർ ഗേറ്റുകളാണ് ഈ പറഞ്ഞ കണക്ഷനിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം നാൻഡിന്റെ ആൻഡ് മാത്രം, നോറിന്റെ ഓറ് മാത്രം. രണ്ട് നോറുകളാണെങ്കിൽ ഓറ്, രണ്ട് നാൻഡുകളാണെങ്കിൽ ആൻഡ്. പെട്ടെന്ന് എടുത്ത് ഓർത്തിരിക്കാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്തൊരു കണക്ഷൻ നിങ്ങൾ നോക്കുക. ഇത് മാത്രം നോക്കിയാൽ മതി, ഇത് നിങ്ങൾ നോക്കണ്ട, കാരണം ഇതിന്റെ അഡീഷണൽ കണക്ഷൻ ആണെന്നുള്ളത്. ഇവിടെ നോക്കുക, ഈ കണക്ഷൻ നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് ഒരു നാൻഡ് കാണാം. ഒന്ന് നാൻഡ്, പിന്നെയും നാൻഡ്, പിന്നെയും നാൻഡ് എന്ന് വെച്ചാൽ എത്ര നാൻഡാണ്? മൂന്ന് നാൻഡുകളാണ് അല്ലേ. മൂന്ന് നാൻഡുകൾ, അതായത് ഒരു നാൻഡ് ആണെങ്കിൽ നോട്ട്, രണ്ട് നാൻഡ് ആണെങ്കിൽ ആൻഡ്, മൂന്ന് നാൻഡ് ആണെങ്കിൽ ഇനി ബാക്കി ആരാണുള്ളത്? ഓർ. അപ്പൊ മൂന്ന് നാൻഡ് ഗേറ്റിന്റെ അതേപോലെയുള്ള കണക്ഷൻ കണ്ടാൽ പെട്ടെന്ന് എടുത്ത് പറയണം അത് എന്ത് ഗേറ്റ് ആണ്? ഓർ ഗേറ്റ് ആണെന്ന് പറയണം. അതേസമയം ഇവിടെ നോക്കിയേ, മൂന്ന് നോർ ഗേറ്റുകളാണ് അല്ലെ. മൂന്ന് നോർ ഗേറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പറയണം ഒരു നോറാണെങ്കിൽ നോട്ട്, രണ്ട് നോറാണെങ്കിൽ ഓറ്, മൂന്ന് നോറാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? ആൻഡ് ആയിരിക്കും. അപ്പൊ ഇത്രയും ആ ഒരു ഐഡിയ പെട്ടെന്ന് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാം. വിത്തിൻ സെക്കൻഡ്സ് സോൾവ് ചെയ്യാം. സാധാരണ ഗേറ്റ് റിയലൈസേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഓരോന്ന് എഴുതി 10 എന്നൊക്കെ നോക്കുന്നതിന് പകരമായി പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന ഒരു ഐഡിയ മാത്രമാണ് ശരിക്കും ഇത് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പം ഒരു നാൻഡ് അല്ലെങ്കിൽ ഒരു നാൻഡ് ആണെങ്കിൽ പറഞ്ഞു നോട്ട്, രണ്ട് നാൻഡ് ആണെങ്കിൽ ആൻഡ്, മൂന്ന് നാൻഡ് ആണെങ്കിൽ ഓർ. കഴിഞ്ഞു. ഒരു നോറാണെങ്കിൽ നോട്ട്, രണ്ട് നോറാണെങ്കിൽ ഓർ, മൂന്ന് നോറാണെങ്കിൽ ആൻഡ്. അത്രേ ഉള്ളു കാര്യം. ഇനി ഇവിടെ ഈ പടം വരയ്ക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഈ പടം തന്നെയാണ്. ഈ ഒന്നാമത് കാണിച്ചിരിക്കുന്ന പടം തന്നെയാണ് ഈ കാണുന്ന പടവും. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ നാൻഡിന് പകരം ഇവർ ആരെ കാണിച്ചു? നോട്ട് ഗേറ്റിനെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോഴാണ് കൺഫ്യൂഷൻ വരിക. അയ്യോ, ഇവിടെ രണ്ട് നോട്ടാണല്ലോ, പിന്നെ ഒരു നാൻഡും ഉണ്ട്, ഇത് ഏത് കണക്ഷൻ? അപ്പോഴാണ് നമ്മൾ എഴുതിയൊക്കെ നോക്കുക. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് സിംഗിൾ ഇൻപുട്ടാണ്. സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നോട്ട് ഗേറ്റുകൾ തന്നെയാണ്. അപ്പൊ ഇതിനെ നിങ്ങൾ എന്താക്കി തന്നെ എടുത്താൽ മതി, നാൻഡ് ഗേറ്റ് എന്ന്. ക്വസ്റ്റിന് നിങ്ങൾ നോട്ടാണ് കാണുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കണം അത് എന്ത് തന്നെയാണ്? നാൻഡ് ഗേറ്റ് ആണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു നാൻഡ് ഗേറ്റ് ഉണ്ട്. സോ നാൻഡ്
നാൻഡ്. അപ്പോൾ ഇതെന്ത് തന്നെയാണ് ശരിക്കും 3 നാൻഡിനെ റിമൈൻഡ് ചെയ്യുന്ന കണക്ഷനാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു നോറുണ്ട്, ബാക്കി 2 നോട്ടാണ് എന്ന് വെച്ചാൽ അത് നോറ് തന്നെയല്ലേ, ഇതും നോറല്ലേ. അപ്പോൾ 3 നോറെന്ന് വന്നു. 3 നോറെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആരെയാണ്? ഓറിനെയാണ് ഓർമ്മ വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2020 നീറ്റിന് ചോദിച്ചിട്ട് ചോദ്യം നമുക്ക് നോക്കിയാലോ. ഫോർ ദ ലോജിക് സർക്യൂട്ട് ഷോൺ ദ ട്രൂത്ത് ടേബിൾ ഈസ് എന്നാണ് ചോദ്യം. ആ തന്നിരിക്കുന്ന ലോജിക് സർക്യൂട്ട് എന്ന് ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാനാണ്. ഓറിന്റെ ഏതാണോ ഗേറ്റ് അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുക, ഇത് നോറാണ്, ഇതാരാണ്? ഇതും നോറാണ്. ഇതാരാണ്? ഇതും നോറാണ്. 3 നോറെന്ന് പറഞ്ഞാൽ ആരാന്നാണ് നമ്മൾ പഠിച്ചത്? ആൻഡ് ഗേറ്റ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഏതാണോ അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, 0 0 0 1 1 0 1 1. ആൻഡ് ഗേറ്റ് ആണ്, ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 0 0 1 ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രൂത്ത് ടേബിൾ ഇതാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ 0 0 0 1 എന്ന് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ട്? ഫസ്റ്റ് തന്നെ ഓപ്ഷൻ ഉണ്ട്, 0 0 0 1. ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് 2023 വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കിയാലോ. അവിടെയും ഇത് തന്നെയാണ്. ഫോർ ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് ദ ട്രൂത്ത് ടേബിൾ ഈസ് എന്നാണ് ചോദ്യം. വേഗം നോക്കിയേ, ഇത് ഞാൻ നോക്കാൻ നേരത്തത് നാൻഡ് ഗേറ്റ് ആണ്. ഇതും നാൻഡ് ആണ്, കാരണം സിംഗിൾ ഇൻപുട്ട് നാൻഡ് നോട്ട് തന്നെയാണ്. ഇതും നാൻഡ് ആണ്. അങ്ങനെ ഞാൻ 3 നാൻഡുകൾ കണ്ടു. 3 നാൻഡുകൾ കണ്ടാൽ നമ്മൾ പറയും അത് എന്ത് ഗേറ്റ് ആണ്? അതൊരു ഓർ ഗേറ്റ് ആണ് എന്ന് പറയും. ഓർ ഗേറ്റ് ആണ്. ഇനി ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് 0 0 0 1 1 0 1 1. ഓർ ആണെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. 0 1 1 1 1 കൂട്ടിയാൽ 2 എഴുതരുത്, 1 ആണ്, കാരണം 2 സിഗ്നലുകൾ നമുക്കുള്ളൂ. അപ്പോൾ 0 1 1 1 ഓപ്ഷൻ ഉണ്ടോ? 0 1 1 1 ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ. അപ്പം ആ ഒരു ലോജിക്ക് എപ്പോഴും ഓർത്തിരുന്നാൽ മതി. സാധാരണ നോട്ട്, അതായത് നോട്ട് വരണമെങ്കിൽ ഒരു കണക്ഷനാണ്, അത് നാൻഡും നോറും തന്നെയാണ്, അത് ഒരെണ്ണം വന്നാൽ മതി. 2 നാൻഡ് ആണെങ്കിൽ നമ്മൾ പറയും ആൻഡ് എന്ന് പറയും. 2 നോറാണെങ്കിൽ നമ്മൾ ഓർ എന്ന് പറയും. 3 നാൻഡ് ആണെങ്കിൽ നമ്മൾ പറയും അത് എന്താണ്? 3 നാൻഡ് ആണെങ്കിൽ അത് ഓറാണെന്ന് പറയും. 3 നോറാണെങ്കിൽ അത് ആൻഡ് ആണെന്ന് പറയും. ശരിക്കും ഇത്രയും പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഈസിയാണ്, കാരണം അടുത്ത കണക്ഷനിൽ എൻ്റെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു എന്ന കണക്ഷൻ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു മാത്രമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഗേറ്റ് റിയലൈസേഷൻ ചെയ്യേണ്ട, ഗേറ്റ് സോൾവ് ചെയ്യേണ്ട, ഇങ്ങനെ കണക്ഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് പോസ് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്ന് നോക്കുക. NCERT-യിലുള്ളതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇനിയും നീട്ടിന് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത പോർഷനും അതിൻ്റെ തിയറിയും അതിൻ്റെ ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം അടുത്ത വീഡിയോയിൽ. സോ ടാറ്റ, ബൈ ബൈ.